ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 100 മിനിറ്റ് ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആരാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്ന് ഈശോയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. പത്രോസിൻ്റെ ദൈവാനുഭവം എന്ന് നമുക്ക് പറയാം. കേസറിയ ഫിലിപ്പിയിലെ ഈ സംഭവം ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പത്രോസ് അതിനുത്തരം നൽകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാതെ ആർക്കും ദൈവം ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരം നൽകുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ആഴമായ വിശ്വാസത്തിലേക്ക് വരുവാനും നമ്മളെ സഹായിക്കും. ഗുരു നിത്യചൈതന്യയതി എന്ന മഹാചാര്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ജീവിച്ച ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം. തൻ്റെ പുസ്തകങ്ങൾ കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും ഒരുപാട് ആളുകളെ ആത്മീയതയിലേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു റിപ്പോർട്ടർ ചോദിച്ചു, ഗുരു, താങ്കളുടെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഭവം പറയാമോ? അദ്ദേഹം തെല്ലൊന്ന് ആലോചിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹം ഒരിക്കൽ കൽക്കറ്റയിലേക്ക് ഒരു മതപ്രഭാഷണത്തിന് പോവുകയുണ്ടായി. എന്നാൽ കൽക്കട്ട എത്തുന്നതിന് മുമ്പ് ഇറങ്ങേണ്ട സ്റ്റേഷന് വളരെ മുമ്പ് തന്നെ വലിയ മഴയെയും വെള്ളപ്പൊക്കത്തെയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ട്രെയിന് ഒരു സ്ഥലം നിർത്തി. അപരിചിതമായ സ്ഥലം, എങ്ങോട്ട് പോകണമെന്നറിയാതെ അദ്ദേഹം ആ മഴയത്ത് ഇറങ്ങി നടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം ഒരു കടത്തിനയിൽ അഭയം പ്രാപിച്ചു. രാത്രിയാണ്, നല്ല തണുപ്പുണ്ട്. അദ്ദേഹം ഒന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുഴുവൻ തണുപ്പ് അരിച്ചു കയറുകയാണ്. ഇരുട്ടായതൊന്നും കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തൻ്റെ അടുത്ത് ആരോ കിടപ്പുണ്ട്. ആ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ ഒരൽപ്പം ചൂട് അദ്ദേഹത്തിന് ലഭിച്ചു. പ്രഭാതമായപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ തനിക്ക് ചൂട് പകർന്നു വന്നത് ഒരു മനുഷ്യനല്ല, മറിച്ച് ഒരു പട്ടിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ നിമിഷമായിരുന്നു അതെന്ന്. ഇത് കേട്ട ഈ റിപ്പോർട്ടർ ചിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ചിരിക്കുന്നു? ആ സമയത്ത് ദൈവം എൻ്റെ അടുത്ത് കടന്നു വന്നത് ഒരു പട്ടിയുടെ രൂപത്തിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം എപ്പോഴാണ് ഇടപെടുന്നതെന്ന് അറിയില്ല. എല്ലാ അനുഭവങ്ങളും ദൈവാനുഭവങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ. ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ്, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവായ മിശിഹായാണ് എന്ന് ഏറ്റുപറയുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴെല്ലാം വിശ്വാസത്തിൻ്റെ ദീപം ഉള്ളിലുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തെ എല്ലാത്തിലും കാണുവാൻ നമുക്ക് സാധിക്കും. ഭാരതീയ തത്വശാസ്ത്ര രീതി അനുസരിച്ച് പാന്തീസം എന്ന ഒരു വലിയ തത്വശാസ്ത്രമുണ്ട്. അതായത് സീയിങ് ഗോഡ് ഇൻ നേച്ചർ, എല്ലാത്തിലും ദൈവത്തെ കാണുന്ന ഒരു വലിയ പ്രത്യേകത. എത്രയോ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണത്. പൂവുകളിൽ, പുഴുക്കളിൽ, മനുഷ്യരിൽ, മൃഗങ്ങളിൽ എല്ലാത്തിനെയും ദൈവത്തിൻ്റെ സാരാംശവും സത്യം കണ്ടുകൊണ്ട് നീ ദൈവമാണ് എന്ന് വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു വലിയ കൃപ. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് പത്രോസ് നൽകുന്നത്. നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹൃദയം കൊണ്ട് ദേവാലയങ്ങളിലായിരിക്കുമ്പോൾ മാത്രമല്ല, പുറത്തായിരിക്കുമ്പോഴും യേശുവേ, നീ എൻ്റെ ദൈവമാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മലയാളത്തിലെ പ്രശസ്ത കവി വള്ളത്തോൾ നാരായണമേനോൻ്റെ ഒരു കവിതയുണ്ട്. അതിപ്രകാരമാണ്: അന്ധകാരം അകന്നിടുമെന്നുള്ളിൽ, അന്തിയില്ല വിശ്വാസമുണ്ടെങ്കിൽ, ചിന്തിയാലെന്തു സാധിക്കയില്ല,
ചെന്താമര പോലും കൈവന്നിടും. അതായത് വിശ്വാസമുണ്ടായെങ്കിൽ ദൈവത്തെ തിരിച്ചറിയുവാനും അപ്രാപ്യമായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. പത്രോസ് ഏറ്റു പറയുന്നത് ക്രിസ്തു ദൈവപുത്രൻ എന്നാണ്. ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴെല്ലാം ദൈവത്തെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ പത്രോസിനെ പോലെ അനുഗ്രഹീതരാകും. മാംസ രക്തങ്ങളല്ല ദൈവം ആരാണെന്ന് ഏറ്റുപറയാൻ നമ്മളെ സഹായിക്കുന്നത് ഉള്ളിലുള്ള തികഞ്ഞ വിശ്വാസമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ